നിങ്ങളൊരു യൂട്യൂബ് ക്രിയേറ്റർ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായും അവസാനം വരെ കണ്ടിരിക്കണം. നിങ്ങളൊരു പുതിയ ക്രിയേറ്റർ ആണെങ്കിലും അതല്ല നിങ്ങളൊരു ഓൾഡ് ക്രിയേറ്റർ ആണെങ്കിലും. കാരണം യൂട്യൂബിൽ ഇപ്പോൾ ഒരു തരത്തിലുള്ള സ്കാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നിങ്ങളെ അറിയിക്കാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്, അതും വിത്ത് പ്രൂഫ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളൊരു പുതിയ ക്രിയേറ്റർ ആണെങ്കിലും അതല്ല നിങ്ങളൊരു പഴയ ക്രിയേറ്റർ ആണ്, വലിയ ക്രിയേറ്റർ ആണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിൽ മില്യൺസ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുമായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ടൻസിൽ മ്യൂസിക് ഉപയോഗിക്കുന്നവരാണെങ്കിലും അതല്ല മ്യൂസിക് ഉപയോഗിക്കാത്തവരാണെങ്കിലും രണ്ട് കണ്ടീഷനിലും ഈ ഒരു കാര്യം സംഭവിച്ചെന്ന് വരാം. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട ജിമെയിലിൽ പലതരത്തിലുള്ള ഇമെയിലുകളും വന്നെന്ന് വരാം. ഇങ്ങനെ വരുന്ന ഇമെയിലുകളുടെ കൂട്ടത്തിൽ ഈ കാണുന്ന പോലെ ഒരു മെയിലും നിങ്ങളിൽ പലർക്കും ഓൾറെഡി വന്നിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ വന്നെന്ന് വരാം. അപ്പോൾ ഈ മെയിലിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. പക്ഷേ ഇതൊരു ഫേക്ക് മെയിലാണ് കേട്ടോ. ഇതിൻ്റെ ഒറിജിനൽ മെയിലും വന്നെന്ന് വരാം. അപ്പോൾ ഇതിൽ ഫേക്ക് ഏതാണ് ഒറിജിനൽ ഏതാണെന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം അതും ഈ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ മെയിലിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അത് ഞാൻ ആദ്യം വായിച്ച് കേൾപ്പിക്കാം. Hey, I saw that my music is being featured in your video illegally, which goes against my copyright. I am currently filing a claim regarding this matter. I am letting you know in advance, so you are informed if a copyright notice appears. ഇതാണ് ഇവരുടെ ഇമെയിലിൽ അവർ എഴുതിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വരുന്ന ഇമെയിലിൽ ഇതേപോലെ തന്നെയുള്ള സെൻറ്റൻസ് ആയിരിക്കണമെന്നില്ല. ആ സെൻറ്റൻസ് ഫോർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വരാം. പക്ഷേ ഇതിൻ്റെ എല്ലാം മീനിങ് എന്ന് പറയുന്നത്, ഞങ്ങൾ നിങ്ങളുടെ കണ്ടന്റിൽ ഒരു മ്യൂസിക് കേട്ടു, ആ മ്യൂസിക് ഞങ്ങളുടെ മ്യൂസിക്കാണ്, നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ആ മ്യൂസിക് ഇല്ലീഗലി ഉപയോഗിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കും, നിങ്ങൾക്കെതിരെ ക്ലെയിം കൊടുക്കും, നിങ്ങൾക്കെതിരെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരും, നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. ഈ രീതിയിൽ പലതരത്തിലും നിങ്ങളെ പേടിപ്പിക്കുന്ന രീതിയിലായിരിക്കും അവർ നിങ്ങൾക്ക് മെയിൽ അയക്കുന്നത്. അപ്പം നിങ്ങൾ ഇത് കേട്ട് പേടിച്ച് അവർക്കൊരു മെയിൽ അയച്ച് ഇതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ ഇതിലൂടെ അവർ നിങ്ങളെ കൊടുക്കാൻ ശ്രമിക്കും. എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ചാനലിനെ ഹാക്ക് ചെയ്തുകൊണ്ട് പോകും. ഈ പരിപാടി നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുമുണ്ട്. അതായത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിനെ ഇവർ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിനെ അവർ ഹാക്ക് ചെയ്തുകൊണ്ട് പോകുന്ന പരിപാടി ഓൾറെഡി യൂട്യൂബിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു വശമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ നിങ്ങളോട് പറയും, ഓക്കെ നമുക്കിത് സോൾവ് ചെയ്യാം, ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്കൊരു ലിങ്ക് അയക്കാം, നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു ഫോം വരും, ആ ഫോം നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് അവർ ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്യിപ്പിക്കും. അപ്പം നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ അവർ അടിച്ചുകൊണ്ട് പോകും. അതല്ലെങ്കിൽ അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ചോദിക്കും. ഇത്ര പൈസ തന്നു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം, നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്ന രീതിയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നല്ല ഒരു എമൗണ്ട് അവർ ചോദിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ചാനൽ നഷ്ടപ്പെടാനാണ് സാധ്യത. കൂടുതൽ ആളുകൾക്കും ചാനൽ അവരുടെ ഹാക്ക് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇനി ഇതെങ്ങനെ മനസ്സിലാക്കാം, ഇതൊരു ഫേക്ക് മെയിലാണോ അതോ ഇതൊരു ഒറിജിനൽ മെയിലാണോ? കാരണം ഒറിജിനൽ മെയിലും നമുക്ക് വന്നെന്ന് വരാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് വരുന്ന ഒരു മെയിൽ ഇതൊരു കോപ്പിറൈറ്റ് ക്ലെയിം റിലേറ്റഡ് ആയിട്ടുള്ള മെയിൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു ഫേക്ക് മെയിൽ ആയിരിക്കും. കാരണം കോപ്പിറൈറ്റ് ക്ലെയിമിന് വേണ്ടിയിട്ട് ആരും മെയിൽ അയക്കാറില്ല. കോപ്പിറൈറ്റ് ക്ലെയിം യൂട്യൂബിൻ്റെ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ നിന്നും സ്വയം ജനറേറ്റ് ആകുന്ന ഒരു സംഭവമാണ്. ഇതിനായിട്ട് ആരും നമുക്ക് മെയിൽ അയക്കാറേ ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഈ മെയിൽ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ എബൌട്ട് സെക്ഷനിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ചാനൽ ഏത് ജിമെയിലാണോ ആ ജിമെയിൽ അല്ല, മറ്റൊരു ജിമെയിൽ ഐ ഡി ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ ജിമെയിലാണ് ഇത്തരത്തിലുള്ള മെയിൽ വരുന്നതെങ്കിൽ ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാം ഇതും ഒരു ഫേക്ക് മെയിൽ തന്നെയായിരിക്കും. കാരണം അവർ നിങ്ങളുടെ ചാനലിൻ്റെ എബൌട്ട് സെക്ഷനിൽ നോക്കി അവിടെ നിന്നും മെയിൽ ഐ ഡി എടുത്തിട്ട് നിങ്ങൾക്ക് ആ മെയിൽ അയക്കുകയാണ്. അതുപോലെ തന്നെ ഈ മെയിൽ അയക്കുന്നവരുടെ മെയിൽ ഐ ഡി കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ എക്സ്റ്റൻഷനിൽ .nz, .nd, .og, .op ഇതുപോലുള്ള എക്സ്റ്റൻഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ഫേക്ക് ഐ ഡി തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് gmail.com നിന്ന് തന്നെയാണ് അവർ മെയിൽ അയക്കുന്നത് എങ്കിൽ പോലും ചാടിപ്പിടിച്ച് അതിനെതിരെ നിങ്ങളൊരു ആക്ഷൻ എടുക്കരുത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാവൂ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, അവർക്കൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരണമെന്നുണ്ടെങ്കിൽ അവർ യൂട്യൂബിൻ്റെ യൂട്യൂബ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലൂടെ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ വാണിങ്ങോ തരണമെന്നുണ്ടെങ്കിൽ തരട്ടെ. എന്തിനവർ പേഴ്സണലി നിങ്ങൾക്ക് ഇങ്ങനെ മെയിൽ അയക്കുന്നു? ഈ ഒരു കാര്യം ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഇതിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുകയോ ഏതെങ്കിലും ലിങ്ക് അയക്കുവാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുന്നത്. അല്ലാതെ ചാടിപ്പിടിച്ച് പേടിച്ച് ആ ഒരു പരിപാടിക്ക് പോയി പണി മേടിച്ച് കിട്ടരുത്. നിങ്ങളുടെ ചാനൽ അവർ അടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ സൂക്ഷിക്കുക. ഇതേപോലുള്ള മെയിലുകൾ എനിക്കും വരാറുണ്ട്. ഞാനതൊന്നും ഓപ്പൺ ചെയ്യാറ് പോലും ഇല്ല. സെലക്ട് ചെയ്ത് നേരെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം നിങ്ങളിൽ പലർക്കും ഇതേപോലുള്ള
ഇതേപോലെയുള്ള മെയിലുകൾ വരാറുണ്ടായിരിക്കും. സൂക്ഷിച്ച് വേണം ഈ കാര്യത്തെ ഇനി മുതൽ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ. കാരണം എന്നെ പല ആളുകളും വിളിച്ചിട്ട് പറയാറുണ്ട്, ചേട്ടാ എനിക്ക് എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നുണ്ട്, മറ്റാരും അതിനെ ഉപയോഗിക്കുന്നുണ്ട്, പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഇതവർക്ക് കാണാനും പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ചാനൽ ഇതേപോലെ പലരും ഹാക്ക് ചെയ്തുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഷെയറും ചെയ്യുക. കാരണം കൂടുതൽ ആളുകൾ അറിയണം ഈ സംഭവം. കാരണം ആരും ഈ ഒരു അബദ്ധത്തിൽ പോയി പെടരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.